ഹലോ ഗെയ്സ്, എല്ലാവരും ഓടി വന്നേ, നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ആ പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ച് 2 വറ്റൽമുളകും 2 കുത്ത് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ വറ്റൽമുളകൊന്ന് നിറം മാറി വരുന്ന സമയത്ത് ഒന്ന് നിറം മാറട്ടെ. വറ്റൽമുളക് നിറം മാറുമ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യുക. തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പൊടികളിടാനുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി വേണം. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്തോണം. മുളക് പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല, എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടിയും ആഡ് ചെയ്ത ശേഷം പിന്നെ കുറച്ച് കായപ്പൊടി, ഇതൽപ്പം കായപ്പൊടി ഇട്ടിട്ട് നമ്മളിതൊന്ന് സോട്ട് ചെയ്യുക. കരിഞ്ഞു പോകാതിരിക്കാനാണ് തീ ആദ്യമേ ഓഫ് ചെയ്തത്, കരിഞ്ഞു പോകാതിരിക്കാനാണ് ഈ മസാല കൊണ്ട്. അതിനുശേഷം ഇനി നമുക്ക് തീ ഓണാക്കാം. തീ ഓണാക്കിയ ശേഷം കുറച്ച് പുളി പിഴിഞ്ഞ്, ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ വന്നിട്ട് അത് ആഡ് ചെയ്ത് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെയിൻ ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ സാധനം. ഇതാണ് നെല്ലിക്ക ഉപ്പിട്ട് വേവിച്ചെടുത്തത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത നെല്ലിക്കയും കൂടെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് വെള്ളം ആവശ്യമെങ്കിൽ നമ്മൾ നെല്ലിക്കയും മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവിച്ച വെള്ളം ഇരിപ്പുണ്ട്, അത് കുറച്ച് ആഡ് ചെയ്യാം. ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. സോറി, ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് വറ്റണം.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെയാണോ നെല്ലിക്ക അച്ചാർ ഇടുന്നത്? ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ നെല്ലിക്ക അച്ചാർ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്ക് ചാറ് കുറച്ച് കൂടുതൽ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ നെല്ലിക്ക നമ്മൾ വേവിച്ച വെള്ളമില്ലേ, ഇരിപ്പില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഉപ്പും പുളിയും ആയിട്ടുള്ള നല്ല ടേസ്റ്റി അച്ചാർ. നല്ല ടേസ്റ്റി അച്ചാർ ഈസ് റെഡി. പൊളി അച്ചാർ ഈസ് റെഡി. ഇപ്പം അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇത് അച്ചാർ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.